ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCRT 9ാം സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി പാർട്ട് 1-ലെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം, പീരിയോഡിക് ടേബിൾ. പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തീർത്തതിന് ശേഷം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പം ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് പീരിയോഡിക് ടേബിൾ, രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ആരാണ്? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ആരാണ്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആണ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ്. 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന് ധാരാളം മേന്മകൾ ഉണ്ടായിരുന്നു. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത അറ്റോമിക മാസ് ആയതിനാൽ അവയ്ക്ക് ഓരോന്നിനും പീരിയോഡിക് ടേബിളിൽ പ്രത്യേകം സ്ഥാനം നൽകേണ്ടതല്ലേ. ഉദാഹരണമായിട്ട് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണല്ലോ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പ്രകാരം അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഓരോന്നിനും പ്രത്യേക സ്ഥാനം നൽകാൻ സാധ്യമല്ല. ഹെൻറി മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസിനെ അല്ല, മറിച്ച് അറ്റോമിക നമ്പറിനെ ആണ് എന്ന് കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം മെൻഡലീഫിന്റെ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. ഇത് ആധുനിക പീരിയോഡിക് നിയമം എന്ന് അറിയപ്പെടുന്നു. ആരുടെയാണ് ആധുനിക പീരിയോഡിക് നിയമം? ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് നിയമം മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. എന്താണ് ആധുനിക പീരിയോഡിക് നിയമം? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. ആധുനിക പീരിയോഡിക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മോസ്ലി മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. അപ്പൊ ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകിയത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകിയത് ഹെൻറി മോസ്ലി. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ ഒരു പരിമിതിയാണ്. ഉദാഹരണം, സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദു ലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ മോസ്ലി ശ്രദ്ധിച്ചു. അതിനാൽ ഒരു മൂലകത്തിന്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും ധാരണ ലഭിക്കുന്നു. ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതുകൊണ്ട് ഒരേ മൂലകത്തിന്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ പരിമിതി പരിഹരിക്കാൻ കഴിഞ്ഞു. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിന്റെ മറ്റൊരു പരിമിതിയാണ്. ഉദാഹരണം, ആർഗൺ അറ്റോമിക മാസ് 40 എന്ന മൂലകത്തിന് ശേഷമാണ് പൊട്ടാസ്യം അറ്റോമിക മാസ് 39 എന്ന മൂലകത്തിന്റെ സ്ഥാനം. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ അറ്റോമിക മാസിന്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല. അപ്പൊ ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. വിവിധ രൂപത്തിലുള്ള പീരിയോഡിക് ടേബിളുകൾ കാലാകാലങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട്. 118 മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ഇപ്പോൾ പ്രചാരത്തിലുള്ളത്
118 മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ്. 118 മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ, അതായത് ഹൊറിസോണ്ടൽ റോസ്, പീരിയഡുകൾ എന്നും കുത്തനെയുള്ള കോളങ്ങളെ, വെർട്ടിക്കൽ കോളംസ്, ഗ്രൂപ്പുകൾ എന്നും വിളിക്കുന്നു. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസ ഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ എന്താണ്? രാസ ഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ പീരിയഡുകളെന്നും കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് പീരിയഡ്സ്. ഈ താഴോട്ടുള്ളതാണ് പീരിയഡ്സ്. എത്ര എണ്ണം ഉണ്ട്? 7 പീരിയഡ്സ് ആണ് ഉള്ളത്. 18 ഗ്രൂപ്പ് ഉണ്ട്. 18 ഗ്രൂപ്പും 7 പീരിയഡ്സും ആണ് ഉള്ളത്. 18 ഗ്രൂപ്പും 7 പീരിയഡ്സും. പുതിയതായി കണ്ടെത്തിയ മൂലകങ്ങൾ. 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. ഈ മൂലകങ്ങളെ 7ാം പീരിയഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അറ്റോമിക നമ്പർ 113 നിഹോണിയം NH എന്നാണ് പ്രതീകം. 115 മോസ്കോവിയം MC എന്ന് പ്രതീകം. 117 ടെന്നസിൻ TS എന്നാണ് പ്രതീകം. 118 ഒഗനസൻ OG എന്ന് പ്രതീകം. നിഹോൺ എന്ന ജപ്പാനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് ആ മൂലകത്തിന് ലഭിച്ചത്. ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. ഉദയസൂര്യന്റെ നാട് എന്നും ഇതിന് അർത്ഥമുണ്ട്. മോസ്കോവിയം എന്ന മൂലകത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടത്തിയിരുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിന്റെ അടിസ്ഥാനം. ഈ 3 മൂലകങ്ങളെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നുമാണ് ലഭിച്ചത്. എന്നാൽ ഒഗനസൻ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രൊഫസർ യൂറി ഒഗനഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരോടുള്ള ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണിത്. ആദ്യമായി ഇപ്രകാരം പേര് നൽകിയത് അറ്റോമിക നമ്പർ 106 ആയ സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. ഗ്ലെൻ സീബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായാണ് ഈ പേര് നൽകിയത്. ഇനി മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും. പീരിയഡുകളുടെ എണ്ണം എത്രയാണ്? 7 പീരിയഡുകളാണ് ഉള്ളത്. ഗ്രൂപ്പുകളുടെ എണ്ണം 18. മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള പീരിയഡ് 1. 2ഉം 3ഉം പീരിയഡുകളിലെ മൂലകങ്ങളുടെ എണ്ണം ഒരുപോലെയാണോ? ആണ്. 4ാം പീരിയഡിൽ എത്ര മൂലകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 18 മൂലകങ്ങളാണ് 4ാം പീരിയഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഏതൊക്കെയാണ് 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അപ്പോൾ ഇവിടെ ഇതിന്റെ പ്രതീകവും അറ്റോമിക നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യത്തിന്റെ പ്രതീകം എന്താണ്? K എന്നാണ്. പൊട്ടാസ്യം K എന്നാണ് പൊട്ടാസ്യത്തിന്റെ പ്രതീകം. സീസിയത്തിന്റെ സീസിയം CS, ഫ്രാൻസിയം ഉണ്ട്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 19 ആണ് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ. പിന്നെ ഫ്രാൻസിയത്തിന്റെ അറ്റോമിക നമ്പർ 87 ആണ്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഭാഗികമായ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? എന്താണ് 1ാം ഗ്രൂപ്പിന്റെ ഭാഗികമായ ഇലക്ട്രോണിന്റെ എണ്ണം? എല്ലാം 1 അല്ലേ? 1 എന്നുള്ള അക്കമാണ്. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ വാഹിതമ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണ് അല്ലേ? ഇവിടെ ഇതിന്റെ ഭാഗിതമ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണ്. എല്ലാത്തിലും 1 1 ആണ്. 1ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് 1 1 ആണ് ഭാഗിതമ ഇലക്ട്രോണുകളുടെ എണ്ണം.
മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. സാധാരണയായി ഈ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. അപ്പം ഒരു മൂലകത്തിന്റെ രാസഗുണങ്ങൾക്ക് എന്താണ് അടിസ്ഥാനം? അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. സാധാരണയായി ഈ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ മൂലക കുടുംബങ്ങളായി പരിഗണിക്കാം. ഗ്രൂപ്പ് നമ്പർ 1, ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകത്തിന് പറയുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. ഒന്നാം ഗ്രൂപ്പ് മൂലകത്തിന് പറയുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, 13ാം ഗ്രൂപ്പിലെ മൂലകത്തിന്റെ പേര്, മൂലക കുടുംബത്തിന്റെ പേര് എന്ന് ചോദിച്ചാൽ ബോറോൺ കുടുംബം. അപ്പോൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകത്തിന്റെ കുടുംബം പേര് സംക്രമണ മൂലകങ്ങൾ. 13ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ട വാതകങ്ങൾ. എന്താണ് ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകത്തിന് പറയുന്നത്? ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ട വാതകങ്ങൾ. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിലെയും 1ഉം 2ഉം ഗ്രൂപ്പിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെയും മൂലകങ്ങൾ പരിശോധിക്കൂ. ഇവയിൽ നിങ്ങൾക്ക് പരിചിതമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് പരിചിതമായിട്ടുള്ളത്? സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. പിന്നെ ഇവ ലോഹങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയം, സിൽവർ ഒക്കെ ലോഹങ്ങളാണ്. ഇരുമ്പ്. ഇവയിൽ അലോഹങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ? ലോഹങ്ങളല്ലാത്തത് ഓക്സിജൻ, നൈട്രജൻ ഇതൊക്കെ ലോഹങ്ങളല്ല. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള മൂലകം. ഖരാവസ്ഥയിലുള്ളവ ഏതാണ്? സിൽവർ. ദ്രാവകാവസ്ഥയിലുള്ളത് മെർക്കുറി. വാതകാവസ്ഥയിലുള്ളത് ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയവ. ഉപലോഹങ്ങളും ഈ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന മൂലകങ്ങൾ, അവയാണ് ഉപലോഹങ്ങൾ. ഉദാഹരണം സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി തുടങ്ങിയവ. സിലിക്കൺ Si, അതിന്റെ പ്രതീകമാണ് Si. ജെർമേനിയത്തിന്റെ Ge, ആഴ്സനിക് As, ആന്റിമണി Sb. ഇതാണ് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന മൂലകങ്ങൾ, അവയാണ് ഉപലോഹങ്ങൾ. ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഗ്രൂപ്പ് 1ലെയും? ഗ്രൂപ്പ് 1ൽ ഏതൊക്കെ മൂലകങ്ങളാണ് ഉള്ളത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതാണ് ഗ്രൂപ്പ് 1ലെ മൂലകങ്ങൾ. ഗ്രൂപ്പ് 2ലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പീരിയോഡിക് ടേബിളിലെ 2ഉം 3ഉം പീരിയോഡുകളിൽ ഉൾപ്പെട്ട പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. പീരിയോഡിക് ടേബിളിലെ 2ഉം 3ഉം പീരിയോഡുകളിൽ ഉൾപ്പെട്ട പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിഥിയം, ബേരിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ലിഥിയം, ബേരിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. പീരിയോഡ് 2ൽ. പീരിയോഡ് 3ൽ സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ.
പട്ടികയിൽ നൽകിയിരിക്കുന്ന മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എപ്രകാരമാണ്? ഒരേ പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇപ്പൊ നോക്കാം, ഇവിടെ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ബാഹ്യതമ ഇലക്ട്രോണിൽ എന്താണ് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? സോഡിയത്തിൽ 1 ആയിരുന്നു, മഗ്നീഷ്യത്തിലാവുമ്പോൾ 2 ആകുന്നു, അലൂമിനിയത്തിൽ 3 ആകുന്നു, സിലിക്കണിൽ 4 ആകുന്നു, ഫോസ്ഫറസ് 5, സൾഫറിൽ 6 ആകുന്നു, ക്ലോറിന് 7 ആകുന്നു, ആർഗണിൽ 8 ആകുന്നു. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കൂടി വരുന്നു അല്ലേ? ഒരേ പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നേടുന്നത് വരെ ഓരോ ഇലക്ട്രോൺ വീതം കൂടി വരുന്നു അല്ലേ? ഇത് പട്ടിക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താണ് സംഭവിക്കുന്നത്? ഒരേ പീരീഡിൽ ഇടതു നിന്നും വലതോട് പോകുന്തോറും പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നേടുന്നത് വരെ ഓരോ ഇലക്ട്രോൺ വീതം കൂടി വരുന്നു. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകൾ? ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മൂലകങ്ങളുണ്ട്. ഇവ വ്യത്യസ്ത ഭൗതികാവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ എന്താണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകത? ഏതൊരു പ്രസ്താവന രൂപത്തിൽ ചിലപ്പോൾ ചോദിക്കാം. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകൾ: ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട മൂലകങ്ങളുണ്ട്. ഇവ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്ന മൂലക കുടുംബങ്ങൾ ഏതെല്ലാം? ഉപലോഹങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതെല്ലാം? അപ്പൊ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്ന മൂലക കുടുംബങ്ങൾ ഏതൊക്കെയാണ്? ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ബോറോൺ കുടുംബം, കാർബൺ കുടുംബം, നൈട്രജൻ കുടുംബം, ഓക്സിജൻ കുടുംബം, ഹാലജനുകൾ, ഉത്കൃഷ്ട വാതകങ്ങൾ. ഇനി എന്താണ് ഉപലോഹങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഉപലോഹങ്ങൾ? സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി തുടങ്ങിയവയാണ് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾ കാണപ്പെടുന്ന കുടുംബം കാർബൺ, നൈട്രജൻ കുടുംബമാണ് ഉപലോഹങ്ങൾ കാണപ്പെടുന്ന ഗ്രൂപ്പുകൾ. ഇനി പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്ന വിധം. 1ഉം 2ഉം ഗ്രൂപ്പിലെ ചില മൂലകങ്ങൾ തന്നിട്ടുണ്ട്. ലിഥിയം ആദ്യം തന്നിട്ടുണ്ട്. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. ഇപ്പൊ ഗ്രൂപ്പ് നമ്പർ 1, 1ാം ഗ്രൂപ്പിലെയാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ് സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. ഇപ്പൊ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 8, 1 എന്നാണ്. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1. അപ്പൊ ഏത് ഗ്രൂപ്പിൽ വരും? 1ാമത്തെ ഗ്രൂപ്പിൽ വരും. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. പൊട്ടാസ്യത്തിന്റെ പ്രതീകം എന്താണ്? K ആണ് പൊട്ടാസ്യത്തിന്റെ പ്രതീകം. അറ്റോമിക് നമ്പർ 19. അപ്പൊ അതിന്റെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ 1 ആണ്. അപ്പൊ ഇത് ഗ്രൂപ്പ് നമ്പർ 1ലാണ് വരുന്നത്. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അതിന്റെ എങ്ങനെയാ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്? 2, 2 എന്നാണ്. ബാഹ്യതമ ഷെല്ലിൽ 2 ആണ് ഇലക്ട്രോൺ. അപ്പം ഏത് ഗ്രൂപ്പിൽ വരും? 2ാമത്തെ ഗ്രൂപ്പിൽ വരും. മഗ്നീഷ്യത്തിന്റെ പ്രതീകം Mg എന്നാണ്. മഗ്നീഷ്യത്തിന്റെ പ്രതീകം. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2, 8, 2. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ. ഗ്രൂപ്പ് നമ്പർ 2. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2ലാണ് കാൽഷ്യം വരുന്നത്. ഇവിടെ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണവും ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് ഗ്രൂപ്പ് നമ്പറും. 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ
ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലും ഇതേ ബന്ധമാണോ കാണിക്കുന്നത് എന്ന് പരിശോധിക്കാം. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5, ഇലക്ട്രോൺ വിന്യാസം 2, 3, ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം 3. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത്? 2, 4 എന്ന് വരും. അപ്പം ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അപ്പം ഗ്രൂപ്പ് നമ്പർ 14. നൈട്രജന്റെ 7 ആണ്. 2, 5 വരും. 5 ആണ് ബാഹ്യതമ ഷെല്ലിൽ, ഗ്രൂപ്പ് നമ്പർ 15. ഓക്സിജൻ 8 ആണ്. 2, 6 എന്ന് വരും. 6 ആണ് ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം. 16 ആണ് ഗ്രൂപ്പ് നമ്പർ വരുന്നത്. ഫ്ലൂറിൻ 9 ആണ്. 2, 7 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. ഗ്രൂപ്പ് നമ്പർ 17. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം ഏത് സംഖ്യയാണ് കൂട്ടിയത്? 10 ആണ് ഇവിടെ കൂട്ടിയത്. എന്തുകൊണ്ടാണ് 10 കൂട്ടിയത്? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണല്ലോ സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്. അപ്പം സംക്രമണ മൂലകങ്ങളാണ് അതിന് ഇടയ്ക്കുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ 13 മുതൽ 18 വരെ പോകുന്നത്. അപ്പം ഈ 10 എണ്ണമാണ് ഇവിടെ കൂട്ടുന്നത്. 13 മുതൽ 12 വരെയുള്ള ഈ 10 എണ്ണമാണ് ഇവിടെ, ഇതിനിടയ്ക്കുള്ള ഈ 10 ആണ് ഇവിടെ കൂട്ടുന്നത്. അപ്പം എത്ര ഗ്രൂപ്പിലായാണ് അവയെ വിന്യസിച്ചിരിക്കുന്നത്? 10 ഗ്രൂപ്പിലായിട്ടാണ് അവയെ വിന്യസിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ 2ആം ഗ്രൂപ്പ് കഴിഞ്ഞ് സംക്രമണ മൂലകങ്ങളുടെ 10 ഗ്രൂപ്പുകൾക്ക് ശേഷമാണ് 13ആം ഗ്രൂപ്പ് മുതലുള്ള മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് നമ്പർ ലഭിക്കാൻ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 എന്ന സംഖ്യ കൂട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടത് തന്നെ. ബോറോൺ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2, 3. അതിൻ്റെ കൂടെ 10 കൂട്ടി 13 ഗ്രൂപ്പ് നമ്പറായി. ഇതിൻ്റെ കൂടെ 10 കൂട്ടി 14 ആയി. കാർബണിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി മൂലകങ്ങളുടെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്ന വിധം. അപ്പം എങ്ങനെയാണ് മൂലകങ്ങളുടെ പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്? അപ്പം ഇവിടെ ഹൈഡ്രജനെ കൊടുത്തിട്ടുണ്ട്. H ആണ് പ്രതീകം. അറ്റോമിക് നമ്പർ 1, ഇലക്ട്രോൺ വിന്യാസം 1, ഷെല്ലുകളുടെ എണ്ണം 1, പീരീഡ് നമ്പർ 1. ഹീലിയം ആണ് കൊടുത്തിരിക്കുന്നത്. ഹീലിയത്തിൻ്റെ 2, ഇലക്ട്രോൺ വിന്യാസം 2, ഷെല്ലുകളുടെ എണ്ണം 1, ഒരു ഷെല്ലല്ലേ ഉള്ളൂ, പീരീഡ് നമ്പർ 1. ലിഥിയം അറ്റോമിക് നമ്പർ എത്രയാണ്? ലിഥിയത്തിൻ്റെ 3 ആണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 2, 1 എന്ന് എഴുതാം. ഷെല്ലുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ പീരീഡ് നമ്പർ 2. ബെറിലിയം 4, 2, 2, ഷെല്ലുകളുടെ എണ്ണം 2, പീരീഡ് നമ്പർ 2. സോഡിയത്തിൻ്റെത് 11 ആണ്. ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2, 8, 1 എന്നാണ്. അപ്പം എത്ര ഉണ്ട്? ഷെല്ലുകളുടെ എണ്ണം 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം പീരീഡ് നമ്പർ 3. ഇനി മഗ്നീഷ്യത്തിൻ്റെ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം വരുന്നത് എങ്ങനെയാണ്? 2, 8, 2. അപ്പം 3 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ 3. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 19. അപ്പം ഇവിടെ എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ 4. കാൽഷ്യം 20, ഇവിടെ 4 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ 4. അപ്പം എങ്ങനെയാണ് പീരീഡ് നമ്പർ കണ്ടുപിടിച്ചത്? ഈ ഷെല്ലുകളുടെ എണ്ണം നോക്കിയാണ്
പീരിയഡ് നമ്പർ ഇവിടെ കണ്ടുപിടിച്ചത്. മൂലകങ്ങളുടെ പീരിയഡ് നമ്പർ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളുടെ ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയഡ് നമ്പർ. മൂലകങ്ങളിൽ അവയുടെ ആറ്റത്തിലെ ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയഡ് നമ്പറായിട്ട് വരുന്നത്. ഇനി ഉത്കൃഷ്ട വാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ്. ഏതൊക്കെയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. നിയോണിന്റെ 10 അറ്റോമിക് നമ്പർ. 10. ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2, 8. ഏത് ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്? 18ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. ആർഗണിന്റെ 18 അപ്പോൾ അതിന്റെ എങ്ങനെയാണ്? 2, 8, 8 എന്ന് വരും. പിന്നീട് ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ 36 വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതെല്ലാം ഗ്രൂപ്പ് 18ലാണ് വരുന്നത്. ഹൈഡ്രജൻ, ഹീലിയം എന്നിവ ഒഴികെയുള്ള മറ്റ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവ സ്ഥിരത കൈവരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയപ്പം 18, 2, 8, 8 എന്നാണ്. 8. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വീതമാണ് ഉള്ളത്. ഏതിലാണ്? ഉത്കൃഷ്ട വാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസിന്റെ. ഇങ്ങനെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവ സ്ഥിരത കൈവരിക്കുന്നു. ഇത്തരത്തിൽ സ്ഥിരത നേടാനാണ് എല്ലാ മൂലക ആറ്റങ്ങളും രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്ഥിരത കൈവരിച്ച ഇലക്ട്രോൺ ക്രമീകരണം ഉള്ളതിനാൽ സാധാരണ നിലയിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറില്ല. അപ്പം സ്ഥിരത കൈവരിച്ച ഇലക്ട്രോൺ ക്രമീകരണം ഉള്ളതിനാൽ എന്താണ്? 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറില്ല. അതുകൊണ്ടാണ് അവയെ ഉത്കൃഷ്ട വാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ്. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. നിങ്ങൾക്ക് പരിചിതമായ സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, സിങ്ക് ഉണ്ട്, നിക്കൽ ഉണ്ട്, ഇരുമ്പുണ്ട്, ക്രോമിയം ഉണ്ട്. അവയെല്ലാം ലോഹങ്ങൾ ആണോ? ആണ്. അവയെല്ലാം ട്രാൻസിഷൻ എലമെന്റ്സ് എല്ലാം ലോഹങ്ങൾ ആണ്. ഏത് പീരീഡ് മുതലാണ് സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്? ഏത് പീരീഡ് മുതലാണ്? 3ാമത്തെ പീരീഡ് മുതലാണ്. പീരിയോഡിക് ടേബിളിന്റെ ഇടതുഭാഗത്ത് പൊതുവെ ലോകസ്വഭാവം കൂടിയ 1, 2 ഗ്രൂപ്പ് മൂലകങ്ങളും വലതുഭാഗത്ത് പൊതുവെ ലോകസ്വഭാവം കുറഞ്ഞ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളുമാണല്ലോ കാണപ്പെടുന്നത്. ലോകസ്വഭാവം കൂടിയ മൂലകങ്ങൾക്കും ലോകസ്വഭാവം കുറഞ്ഞ മൂലകങ്ങൾക്കിടയിലാണ് സംക്രമണ മൂലകങ്ങളുടെ സ്ഥാനം. 2ാം ഗ്രൂപ്പിലെ ലോകസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്നും 13ാം ഗ്രൂപ്പ് മുതൽ ലോകസ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിനാലാണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്? 2ാം ഗ്രൂപ്പിലെ ലോകസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്നും 13ാം ഗ്രൂപ്പ് മുതൽ ലോകസ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിനാലാണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. സംക്രമണ മൂലകങ്ങളുടെ മറ്റൊരു പ്രത്യേകത നോക്കാം. പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം അവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ പൊട്ടാസ്യം, കാൽഷ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം ഇവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ വിന്യാസം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം 1, 2 ഗ്രൂപ്പിലെ മൂലകങ്ങളിൽ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എവിടെയാണ്? അവസാന ഷെല്ലിലാണ്.
ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. എന്നാൽ 3, 4, 5 എന്നീ ഗ്രൂപ്പുകളിൽ ഇലക്ട്രോൺ ചേർക്കപ്പെടുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ്. അപ്പം നോക്കാം, ഇവിടെ 1ഉം 2ഉം ഗ്രൂപ്പിലുള്ളതിനകത്ത് എവിടെയാണ് ഇലക്ട്രോൺ വന്നു ചേരുന്നത്? അവസാന ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ വന്ന് ചേരുന്നത്. പക്ഷേ 3, 4, 5 ഗ്രൂപ്പിലാണെങ്കിലോ ഈ അവസാന ഷെല്ലിന്റെ തൊട്ട് മുമ്പുള്ള ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ വന്ന് ചേരുന്നത്. 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകളിൽ, അതായത് സംക്രമണ മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലാണ്. അപ്പൊ എന്താണ്? 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകളിൽ, അതായത് സംക്രമണ മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എവിടെയാണ്? ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലാണ്. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. സംക്രമണ മൂലകങ്ങളും പൊതുവെ ഗ്രൂപ്പുകളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നവയാണ്. പട്ടിക 2.9 4ാം പീരീഡിൽ ഉൾപ്പെട്ട ചില സംക്രമണ മൂലകങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ നോക്കാം. ഇതാണ് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എല്ലാം തുല്യമാണ് അല്ലേ? ഇവിടെ എല്ലാം 2 ആണ്. സ്കാൻഡിയത്തിലും ടൈറ്റാനിയം, വനേഡിയം ഇതിനകത്തെല്ലാം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്, 2 ആണ്. പൊതുവെ ഒരേ പീരീഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് അവ പീരീഡിലും രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. എന്താണ്? പൊതുവെ ഒരേ പീരീഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു? എല്ലാ പീരീഡിലും പീരീഡുകളിൽ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഇനി ഇവിടെ രാസപദാർത്ഥത്തിന്റെ പേര് നിക്കൽ സൾഫേറ്റ്. അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് NiSO4 ആണ്. NiSO4 നിക്കൽ സൾഫേറ്റ്. നിക്കൽ സൾഫേറ്റിന്റെ നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ് നിക്കൽ സൾഫേറ്റിന്. കോപ്പർ സൾഫേറ്റ് എന്താണ്? CuSO4 ആണ് കോപ്പർ സൾഫേറ്റ്. അതിന് നീല കളറാണ്, തുരിശെന്ന് അറിയപ്പെടുന്നു. കോപ്പർ സൾഫേറ്റ് തുരിശെന്നറിയപ്പെടുന്നു. ഈ തെങ്ങിൻ്റെയൊക്കെ ഇലകളൊക്കെ കടിച്ചിരുന്ന കൊമ്പൻ ചെല്ലിയെ തുരത്താനായിട്ടാണ് കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുന്നത്. കീടനാശിനിയായിട്ട് ഉപയോഗിക്കും. കാൽഷ്യം കാർബണേറ്റ് CaCO3 ആണ് കാൽഷ്യം കാർബണേറ്റ്. കളറ് വെള്ള കളറാണ്, വെള്ള നിറമാണ് കാൽഷ്യം കാർബണേറ്റിന്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. ഇങ്ങോട്ട് മാറ്റി എഴുതാം. KMnO4 ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിന്റെ കളർ എന്താണ്? ഡാർക്ക് പർപ്പിൾ കളറാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ മഴക്കാലത്തൊക്കെ കിണറ്റിൽ അണുനാശീകരണത്തിന് വേണ്ടി കലക്കി ഒഴിക്കും പൊട്ടാസ്യം പെർമാംഗനേറ്റ്. കൊബാൾട്ട് നൈട്രേറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് CONO3 ചുമപ്പ് നിറമാണ് കൊബാൾട്ട് നൈട്രേറ്റിന് ഉള്ളത്. ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതിന്റെ ഫോർമുല K2Cr2O7 ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്.
പട്ടികയിലെ നിറമുള്ള സംയുക്തങ്ങളിൽ സംക്രമണ മൂലകങ്ങൾ അല്ലേ എല്ലാം അടങ്ങിയിട്ടുണ്ട്. Fe, പിന്നെ കൊബാൾട്ട് ഉണ്ട്, ക്രോമിയം, അപ്പം അങ്ങനെയുള്ള സംക്രമണ മൂലകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം മിക്ക സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളും നിറം ഉള്ളവയാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇവയിൽ ബാഹിതമ ഷെല്ലിന് തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഗ്രൂപ്പിലും പിരീഡിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യം കാണിക്കുന്നു. ഇവ ലോഹങ്ങളാണ്. ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ്. ഇനി വരുന്നത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. അപ്പോൾ എവിടെയാണ് ലാന്തനോയിഡുകളുടെയും ആക്റ്റിനോയിഡുകളുടെയും സ്ഥാനം? 6ാം പീരീഡിൽ ലാന്തനത്തെയും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിൽ ചുവടെ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം പീരിയോഡിക് ടേബിളിൽ ഏറ്റവും താഴെയായിട്ട് പ്രത്യേകമായിട്ടാണ് ഈ ലാന്തനോയിഡുകളെയും ആക്റ്റിനോയിഡുകളെയും ക്രമീകരിച്ചിരിക്കുന്നത്. അറ്റോമിക നമ്പർ 57 ആയ ലാന്തനം മുതൽ അറ്റോമിക നമ്പർ 71 ആയ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഇങ്ങനെയാണ് ലാന്തനോയിഡും ആക്റ്റിനോയിഡ്സിനെയും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പീരിയോഡിക് ടേബിൾ മേളിൽ ഇങ്ങനെ അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 7ാം പീരീഡിലെ ആക്ടിനിയവും തുടർന്ന് വരുന്ന 14 മൂലകങ്ങളും പീരിയോഡിക് ടേബിളിൽ ലാന്തനോയിഡുകൾക്ക് ചുവടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു. അറ്റോമിക നമ്പർ 89 ആയ ആക്ടീനിയം മുതൽ അറ്റോമിക നമ്പർ 103 ആയ ലൊറൻഷ്യം വരെയുള്ള മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ്? അറ്റോമിക നമ്പർ 89 ആയ ആക്ടീനിയം മുതൽ 103 ആയ ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങളാണ് ആക്ടിനോയിഡുകൾ. ഇവിടെ ലാന്തനോയിഡ് എന്ന് പറയുന്നത് എങ്ങനെയാ? അറ്റോമിക നമ്പർ 57 ആയ ലാന്തനം മുതൽ അറ്റോമിക നമ്പർ 71 ആയ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങൾ, അതാണ് ലാന്തനോയിഡുകൾ. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും അന്തസംക്രമണ മൂലകങ്ങൾ അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അന്തസംക്രമണ മൂലകങ്ങൾ അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ലാന്തനോയിഡുകൾ റെയർ എർത്ത് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ലാന്തനോയിഡുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റെയർ എർത്ത്. റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ഏത് മൂലകങ്ങളാണ്? ലാന്തനോയിഡുകളാണ്. റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ഏത് മൂലകങ്ങളാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ലാന്തനോയിഡുകൾ. ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യ നിർമ്മിതമാണ്. ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ എന്താണ്? മനുഷ്യ നിർമ്മിതമാണ്. ഇനി ഇവിടെ ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ. നാളിതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 118 ക്രമാവർത്തന പ്രവണത. ഗ്രൂപ്പിലും പീരീഡിലുമുള്ള സ്ഥാനത്തിനനുസരിച്ച് മൂലകങ്ങളുടെ രാസഭൗതിക സ്വഭാവങ്ങൾക്ക് ക്രമാനുഗതമായ മാറ്റം ഉണ്ടാകുന്നു. അറ്റോമിക നമ്പർ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ വിന്യാസത്തിലും ഷെല്ലുകളുടെ എണ്ണത്തിലും മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം. ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിലും പീരീഡിലും. ആറ്റങ്ങൾ അതിസൂക്ഷ്മ മൂലകത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്?
അതിലെ ആറ്റങ്ങളുടെ വലിപ്പം. ആറ്റത്തിന്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് അറ്റോമിക ആരം. അറ്റോമിക ആരം അഥവാ അറ്റോമിക റേഡിയസ്. ന്യൂക്ലിയസിന്റെ കേന്ദ്രബിന്ദു മുതൽ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരമായാണിത് കണക്കാക്കുന്നത്. ആറ്റത്തിന്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണവും. എന്താണ് ആറ്റത്തിന്റെ വലിപ്പം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണവും. അപ്പോൾ ഇവിടെ കുറെ മൂലകം കൊടുത്തിട്ടുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം കൊടുത്തേക്കുന്നു. അതിന്റെ പ്രതീകങ്ങളും അറ്റോമിക് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസവും ഉണ്ട്, ഷെല്ലുകളുടെ എണ്ണവുമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഇലക്ട്രോൺ വിന്യാസവും ഉണ്ട്, ഷെല്ലുകളുടെ എണ്ണം ഇവിടെ കൂടി കൂടി വരുവാണ്. ലിഥിയത്തിന് 2 ആണെങ്കിൽ സോഡിയം 3, പൊട്ടാസ്യം 4, റുബീഡിയം 5. ഒരു ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് ആറ്റത്തിന്റെ വലിപ്പത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലിപ്പവും കൂടുന്നുണ്ട്. പീരിയോഡിക് ടേബിളിലെ 2ാം പീരീഡിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ കൊടുത്തിരിക്കുന്നു. പീരിയഡുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അല്ല, പീരീഡ് ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ഇവിടെ എല്ലാം 2 ഷെല്ല് വീതമാണ് ഉള്ളത്. ഒരു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നു. ബാഹ്യതമ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലിപ്പം ക്രമേണ കുറയുന്നു. അപ്പോൾ ഒരു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നുണ്ട്. ബാഹ്യതമ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കൂടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആറ്റത്തിന്റെ വലിപ്പം ക്രമേണ കുറയുന്നുണ്ട്. അപ്പോൾ പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിലാണെങ്കിലോ? ഗ്രൂപ്പിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഇതാണ് ഷെല്ലുകളിലും പീരിയഡുകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു ഗ്രൂപ്പിൽ നിന്നും താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ഒരു പീരീഡിൽ ഇടതു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. സ്ക്രീനിംഗ് പ്രഭാവം അഥവാ ഷീൽഡിംഗ് പ്രഭാവം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. തത്ഫലമായി ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്നും അകലുന്നു. ഉള്ളിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിനുള്ള ആകർഷണം ക്രമമായി കുറയുന്നു. ഇതിനെ സ്ക്രീനിംഗ് പ്രഭാവം എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്ക്രീനിംഗ് പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. തത്ഫലമായി ബാഹ്യതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുന്തോറും എന്ത് സംഭവിക്കും? ഇങ്ങനെ ഷെല്ല് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഈ ന്യൂക്ലിയസ് ഇതാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ അകന്നകന്ന് പോകും അല്ലേ? ഇലക്ട്രോണുകൾ ഇങ്ങനെ അകന്നു പോകും. തത്ഫലമായി ഉള്ളിലുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിനുള്ള ആകർഷണം ക്രമമായി കുറയുന്നു. അപ്പോൾ ഈ ഇത്ര ദൂരെ ആയി പോയില്ലേ? അപ്പോൾ ഈ ആകർഷണം അങ്ങ് കുറയുന്നു. ഇതിനെയാണ് സ്ക്രീനിംഗ് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് സ്ക്രീനിംഗ് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്ററിൻ്റെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇനി ഇതും അതിൻ്റെ അടുത്ത ചാപ്റ്ററും കൂടെ കഴിയുമ്പം രണ്ടിൻ്റെയും കൂടെ ചേർത്ത് ഒരു ക്വസ്റ്റ്യൻസ് തരാം. അപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ രണ്ട് ചാപ്റ്ററും നല്ലോണം കേട്ടതിന് ശേഷം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക.